നിങ്ങൾക്കറിയാമോ, മണിക്കൂറുകൾ പ്ലാൻ കെയറിന് വേണ്ടി ചെലവിടാതെ സിമ്പിളായി നമുക്ക് നമ്മുടെ വീടിനെ ബ്യൂട്ടിഫുൾ ഇൻഡോർ പ്ലാന്റ്സ് കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യാം. അതിനായി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 5 സ്റ്റണ്ണിംഗ് ലോ മെയിൻ്റനൻസ് ഇൻഡോർ പ്ലാന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദിസ് ഇസ് ഹരിത ആൻഡ് വെൽക്കം ടു ഗ്രേസ് ഓർക്കിഡ്സ്. ലെറ്റ്സ് ഗോ. സ്നേക്ക് പ്ലാന്റ്സ്. ഇന്റീരിയർ ഡെക്കറേഷനിൽ വളരെ പോപ്പുലറായ ഒരു കോമൺ ചോയ്സ് ആണ് സ്നേക്ക് പ്ലാന്റ്സ്. അതിന്റെ എലഗന്റ് ലുക്ക് മോഡേൺ അല്ലെങ്കിൽ മിനിമലിസ്റ്റിക് ഇന്റീരിയർ സ്റ്റൈലിന് പെർഫെക്റ്റ് ആയിരിക്കും. കുറഞ്ഞ തോതിൽ മാത്രം ഇതിന് വെള്ളം മതിയാകും. ഇതിനെ ഇൻഡിസ്ട്രക്റ്റബിൾ പ്ലാന്റ് എന്ന് വിളിക്കുന്നത് പിന്നെ വെറുതെയാണോ? സ്നേക്ക് പ്ലാന്റ്സിൽ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണാൻ മറക്കല്ലേ. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ളത് പോത്തോസ് അഥവാ ഡെവിൾസ് ഐവി. എവിടെ സ്ഥലം കിട്ടിയാലും അവിടെ പടർന്നു വന്നിളിക്കുന്ന ചെടികളാണിത്. ഒരു നല്ല ഹാങ്ങിങ് പോട്ടിൽ ഇതിനെ വളർത്തിയാൽ അത് നിങ്ങളുടെ വീടിന് ഒരു സ്പെഷ്യൽ വൈബ് കൊണ്ടുവരും. ഗോൾഡൻ പോത്തോസ്, സ്ലീപ്പിംഗ് പോത്തോസ്, മാർബിൾ ക്വീൻ, അങ്ങനെ പലതരം വെറൈറ്റി പോത്തോസ് ഉണ്ട്. നിങ്ങൾക്ക് ഗുഡ് ലക്കും പണവും ഒക്കെ കൊണ്ടുവരുന്ന മണി പ്ലാന്റും ഒരു തരം പോത്തോസ് ആണ്. പീസ് ലില്ലി. ദാഹിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ കാണിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നല്ല ഭംഗിയുള്ള വെള്ളപ്പൂക്കൾ വളരുന്ന പീസ് ലില്ലി പ്ലാന്റ്സിന് വെള്ളം വേണമെന്നുള്ളപ്പോൾ അത് വാടും. വെള്ളം കിട്ടുമ്പോൾ അത് റീഹൈഡ്രേറ്റ് ആയി ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു വരും. ഓഫീസ് റൂമിനും ബെഡ്റൂമിനും ഇതൊരു നല്ല അഡീഷൻ ആയിരിക്കും. അലോവേര. ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് തെളിയിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അലോവേര. ഇതിന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. അലോവേരയുടെ ജെൽ നിങ്ങൾക്ക് സ്കിൻ കെയറായും ഹെയർ കെയറായും ഒരു നാച്ചുറൽ ഫസ്റ്റ് എയ്ഡായും ഉപയോഗിക്കാം. സ്കിൻ കെയറിന് വേണ്ടി അത് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആയിട്ടോ അല്ലെങ്കിൽ ഫേസ് മാസ്കിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാം. ഹെയർ കെയർ ആയിട്ടാണെങ്കിലും നമ്മുടെ ഫ്രിസി ഹെയറിനെ ഷൈനി ആക്കാൻ വേണ്ടി ഒരു ഹെയർ മാസ്കായും അത് ഡ്രൈ ഹെയറിൽ ഉപയോഗിക്കാം. മുറിവുണ്ടാകുമ്പോൾ ഒരു സൂതിങ് എഫക്റ്റിനായി നമുക്ക് മുറിവിലും ഈ ജെല്ല് പുരട്ടി കൊടുക്കാം. കിച്ചൺ ഡെക്കറേറ്റ് ചെയ്യാനായി നമുക്ക് അലോവേര പ്ലാന്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ്ലി, ഇതാണ് റബ്ബർ ഫിഗ്, എ സ്റ്റേറ്റ്മെന്റ് ഇൻഡോർ പ്ലാന്റ്. നിങ്ങളുടെ ലിവിംഗ് റൂമിന് ഒരു സ്റ്റൈലിഷ് യുണീക്ക് ടച്ച് കൊടുക്കാൻ ഇത് സഹായിക്കും. ഈ പ്ലാന്റ്സ് ഒത്തിരി ടോളായി വളരുന്നതുകൊണ്ട് റെഗുലർ പ്രൂണിങ്ങിന്റെ ആവശ്യമുണ്ട്. ആവശ്യമില്ലാന്ന് തോന്നുന്ന ബ്രാഞ്ചുകളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പ്രൂൺ ചെയ്ത് കിട്ടുന്ന കട്ടിങ്സ് വേസ്റ്റ് ആക്കാതെ അത് നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ 5 ഇൻഡോർ പ്ലാന്റ്സ് ആയി കഴിഞ്ഞു. ഇവയെ കെയർ ചെയ്യാനും മറക്കരുത്. ചുവട്ടിലെ മണ്ണ് ഡ്രൈ ആകുമ്പോൾ അല്പം വെള്ളം കൊടുക്കുക. ഇലകളൊക്കെ ഷൈനിയും ഫ്രഷും ആയിരിക്കാൻ ഒന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ ഈ ചെടികളിലൊക്കെ ചിലന്തി വല കെട്ടാനും പുഴുക്കൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. ഇതിൽ ഏതൊക്കെ പ്ലാന്റ്സ് നിങ്ങളുടെ ഇന്റീരിയേഴ്സിന് വേണ്ടി സെലക്ട് ചെയ്യുമെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ പ്ലാൻ വീഡിയോസിനായി ആ സബ്സ്ക്രൈബ് ബട്ടനോ ഒന്ന് പ്രസ് ചെയ്തേക്കൂട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ സേഫ്.